പാളിച്ചകൾക്കിടെ മുങ്ങിപ്പോയൊരു വാർത്തയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രാഥമിക അംഗത്വ പട്ടിക മൂവാറ്റുപുഴ മുൻസിഫ് കോടതി റദ്ദാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലാണ് ഈ നടപടി. മൂവാറ്റുപുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ലാൽ ജമാലിന്റെ ഹർജിയിലാണ് ഈ നടപടി വന്നത്. ഹർജിക്കാർക്ക് യൂത്ത് കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ കോടതി ചെലവ് നൽകണമെന്ന് മുൻസിഫ് കോടതിയുടെ ഉത്തരവുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡിൽ നടപടി ആവശ്യപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെ ആബിദ് അലി ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ആബിദ് അലിയെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് സസ്പെൻഡും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായിരിക്കെയാണ് ഈ നടപടി. അഭിഭാഷകൻ കൂടിയായ ആബിദ് അലി ഹർജിക്കാരനായ ലാൽ ജമാലിന് വേണ്ടി മുൻസിഫ് കോടതിയിൽ ഹാജരാവുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായുള്ള വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. ശരിയാണ്, അപ്പീൽ കോടതികൾ നിരവധിയുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ദ വേർഡിക്ട് സ്റ്റാൻഡ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാനത്ത് മെമ്പർഷിപ്പ് പട്ടികയില്ല. അംഗത്വ പട്ടിക റദ്ദാക്കിയാൽ ആ അംഗങ്ങൾ തെരഞ്ഞെടുത്ത അധ്യക്ഷനും റദ്ദാകില്ലേ?